മലയാളി ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ഫലത്തിൽ നമുക്ക് നമ്മെ പറ്റിയുള്ള അറിവ് വർദ്ധിപ്പിക്കും. കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടൊക്കെ പറഞ്ഞ ആത്മജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഏത് വിജ്ഞാനശാഖയും. ഇതും അത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഷഠകഠോര കുഠാരധാര എന്ന് പറയുമ്പോഴും നവകുന്ദ സുമസുന്ദര വരമന്ദഹാസം എന്ന് പറയുമ്പോഴും നമ്മുടെ ഉച്ചാരണ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മെപ്പറ്റി തന്നെ നമുക്കുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മലയാളത്തിൽ മറ്റെല്ലാ ഭാഷകളെയും പോലെ തന്നെ രണ്ട് തരം സ്വനങ്ങളാണ് ഉള്ളത്. ഇവിടെ സ്വനം എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ഉച്ചാരണ അവയവങ്ങൾ കൊണ്ട് പുറപ്പെടുവിക്കുന്ന ഈ ശബ്ദങ്ങളെയാണ്. ശബ്ദം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ശബ്ദം എന്നുള്ളതിന് വേറെ ഒരുപാട് അർത്ഥം ഉണ്ട്. അപ്പോൾ സ്വനം എന്നുള്ളത് ഒരു സാങ്കേതിക പദം ആണ്. നമ്മൾ സാങ്കേതിക പദങ്ങൾ ആകാവുന്നതും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത്. മലയാളത്തിലെ സ്വനങ്ങൾ മറ്റെല്ലാ ഭാഷകളിലെയും പോലെ മിക്കവാറും എല്ലാം തന്നെ ഉച്ഛ്വാസ വായുവിൻ്റെ ഉപോൽപ്പന്നങ്ങൾ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായു പലതരത്തിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ സ്വനങ്ങളെല്ലാം പുറപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. മലയാളി വളരെ ക്ഷീണിച്ചിട്ട് ഒരു സ്റ്റെയർ കേസ്, ഒരു ഏണിപ്പടി വളരെ ധൃതി പിടിച്ച് ഓടി കയറിയിട്ട് വന്നിട്ട് എന്ന് ചിലപ്പോൾ പറയും. അപ്പോൾ എത്ര അന്വേഷിച്ചിട്ടും അപ്പോൾ മാത്രമാണ് നമ്മൾ വായു ഉള്ളിലേക്ക് വലിച്ചിട്ട് ആ വായുവിനെ കൊണ്ട് ഉച്ചാരണം വല്ലപ്പോഴും നിർവഹിക്കുന്നത്. അത് നമ്മളിവിടെ കണക്കാക്കുന്നേ ഇല്ല. പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഉച്ഛ്വാസ വായു കൊണ്ടാണ് നമ്മുടെ എല്ലാ സ്വരങ്ങളും പുറപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ വായു മലിനീകരണത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം ആണ് എന്ന് വരെ പറയാം. നമ്മൾ ഉച്ഛ്വസിക്കുന്നേ ഇല്ല എങ്കിൽ ശബ്ദമൊന്നും അല്ലെങ്കിൽ നമ്മുടെ സ്വരങ്ങളൊന്നും പുറപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രകാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് എം.എസ്. സുബ്ബലക്ഷ്മിയെ പോലെയുള്ള ഒരു ഗായിക പാടുന്ന സമയത്ത് ഉച്ഛ്വാസവായുവിൽ ഉള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലായിടത്തും പ്രസരിക്കുന്നു. അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ ഗായികയുടെ സ്വന മാധുര്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്, അതാണ് നമ്മൾ ആസ്വദിക്കുന്നത്. മലയാളത്തിലെ സ്വനങ്ങൾ മറ്റെല്ലാ ഭാഷകളിലെയും പോലെ രണ്ട് തരം ഉണ്ട്. ഒന്ന് സ്വരങ്ങൾ എന്ന് പറയും, പിന്നെ ഒന്ന് വ്യഞ്ജനങ്ങൾ എന്നും പറയും. ഈ സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ഛ്വാസവായുവിന് ഒരു തടസ്സവുമില്ലാതെ പുറപ്പെടുന്ന സ്വരങ്ങളാണ് സ്വരങ്ങൾ. അതേസമയത്ത് വ്യഞ്ജനങ്ങളോ ഉച്ഛ്വാസവായുവിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം ഉണ്ടാകും. തടസ്സം വേണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള തടസ്സമാകാം, ഭാഗികമായിട്ടുള്ള തടസ്സമാകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ആ വായുവിൻ്റെ ഗതി മാറുന്നു എന്നുള്ള സ്ഥിതി വരാം. ഗതിഭേദം എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. മാർഗ തടസ്സമോ അല്ലെങ്കിൽ മാർഗ വ്യതിയാനമോ ഉണ്ടാകുന്ന സ്വരങ്ങളാണ് ശരിക്കും വ്യഞ്ജനങ്ങൾ. ഇങ്ങനെ ഒരു വ്യതിയാനവും അല്ലെങ്കിൽ ഒരു മാറ്റവും ഒരു തടസ്സവും ഉച്ഛ്വാസവായുവിന് ഇല്ലാതെ താനെ ഒരു വിഷമവും ഇല്ലാതെ പുറപ്പെടുന്ന സ്വരങ്ങളാണ് സ്വരങ്ങൾ. ഞാൻ ഉദാഹരണം പറയാം. ഒരു തടസ്സവും ഇല്ല. നമ്മൾ കുട്ടിക്ക് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്ക് കൊണ്ടുചെന്നാൽ ഡോക്ടർ പറയും
ആ എന്ന്. അപ്പോൾ കുട്ടിയുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് വായൊന്ന് പൊളിക്കൂ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഡോക്ടർ ആ എന്ന് പറയുമ്പോൾ കുട്ടിയും ആ ശബ്ദമില്ലാതെ തന്നെ കുട്ടി വാ പൊളിക്കും. അപ്പോൾ ഇത് ഒരു തമാശയാണ്. ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ശബ്ദമില്ലാത്ത സ്ഥിതി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡോക്ടർ ചെയ്യുന്നത്. നമ്മൾ ആ എന്നുച്ചരിക്കുമ്പോൾ വായു പുറത്തേക്ക് സുഖമായിട്ട് ഒരു തടസ്സവുമില്ലാതെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ സുഖമായിട്ടൊരു തടസ്സവുമില്ലാതെ വായു പുറത്തേക്ക് ഒഴുകണമെങ്കിൽ വായ തുറന്ന് ഇരിക്കണം. വായ എന്നും പറയും, വായ് എന്നും പറയും. അപ്പോൾ അത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ആ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഏ ഓ ഊ ഇതൊക്കെ സ്വരങ്ങളാണ്. ഇങ്ങനെ ശരിക്കും അങ്ങനെ ആ ഈ എ ഓ ഉ എ ഇ ഐ ഒ യു എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് മലയാളത്തിലും ഉള്ളത് എന്ന് വരെ വേണമെങ്കിൽ പറയാം. ഏതാണ്ട് എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് അതുപോലെ എന്ന് ധരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വലിയ കാഴ്ച ആ എന്ന് ഞാൻ നീട്ടി പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ഹ്രസ്വരൂപമുണ്ട് ആ ആ. അതേപോലെ ഈക്ക് ഒരു ഹ്രസ്വരൂപമുണ്ട് ഈ ഈ. അതേപോലെ ഏക്ക് ഒന്നുണ്ട് എ ഏ ഓ ഓ ഉ ഊ. അപ്പോൾ ഈ 5 സ്വരങ്ങൾ ഹ്രസ്വസ്വരങ്ങളും അവയുടെ 5 ദീർഘമായിട്ടുള്ള രൂപങ്ങളും. ഇങ്ങനെയാണ് നമ്മുടെ ഈ സ്വര വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വരമുണ്ട്, അതാണ് എന്നുള്ളത്. ഇത് നമ്മൾ എണ്ണുമ്പോൾ 1 2 3 4 5 6 എന്നിങ്ങനെ എണ്ണൂല്ലേ. ആ എണ്ണുന്ന സമയത്ത് ഏറ്റവും വാക്കിൻ്റെ അവസാനം കേൾക്കുന്ന ആ സ്വരമാണ് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഒരു മലയാളത്തിൻ്റെ ശരിക്കും സർവത്ര വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്വരമാണ് ഈ എന്ന് വരെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ നിന്ന് ഒരു വാക്ക് നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷാണെങ്കിൽ ദിസ് ഈസ് കാനറ ബാങ്ക് എന്നല്ലാതെ കാനറ ബാങ്ക് എന്ന് പറയില്ല. ആ സമയത്ത് ദിസ് ഈസ് മൈ ബുക്ക് എന്നല്ലാതെ ഇതാണ് എൻ്റെ ബുക്ക് എന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് മൈ ബുക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയൂല. ഇംഗ്ലീഷിലാകുമ്പോൾ യിൽ അവസാനിക്കില്ല, മലയാളത്തിലാകുമ്പോൾ യിൽ അവസാനിച്ചേ പറ്റൂ എന്നുള്ളതാണ് നാം കാണേണ്ട ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്ഥിതി.